ഇപ്പോ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രബലമായ സമസ്ത കേരള ജംഇയ്യത്തുലമയെ ഇകഴ്ത്തി കാണിക്കാനും ദുർബലപ്പെടുത്താനും കിണഞ്ഞ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്ന ചാലിയത്തുകാരനായ ഒരു സുഹൃത്ത്. വളരെ ഖേദകരമാണ്. അത് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വളരെ മോശമായ രീതിയിൽ. കാരണം വഹാബിയാണ് അദ്ദേഹം. വഹാബി പ്രസ്ഥാനത്തിൽ മൂടുറച്ചു പോയ സുന്നത്ത് ജമാഅത്തിനോട് അടങ്ങാത്ത കരുപ്പുള്ള ആ വഹാബി പ്രസ്ഥാനത്തിനോട് എന്തും ചെയ്യുന്ന ഈ ഒരു വ്യക്തി തന്റെ രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുലമയ്ക്ക് ദീൻ പഠിപ്പിക്കാനും സമസ്ത കേരള ജംഇയ്യത്തുലമയ്ക്ക് CIC പഠിപ്പിക്കാനും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഒരു കാര്യം പറയാം, അത്തരത്തിലുള്ള സെക്രട്ടറി അല്ല, ജനറൽ സെക്രട്ടറി അല്ല, ആരും ശ്രമിച്ചാലും ശരി സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുലമ പണ്ഡിതന്മാർക്ക് ദീൻ പഠിപ്പിക്കാനോ അവരോട് ഒന്നിപ്പിക്കാനോ അവർക്കുള്ള ഭിന്നിപ്പ് വളർത്താനോ ശ്രമിച്ചാൽ ആ ശ്രമം സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ അനുവദിക്കുന്ന പ്രശ്നമല്ല. പ്രശ്നം ഉണ്ടാക്കിയ കോലിട്ടെടുക്കുക. ഇവിടെ സമസ്തയും മുസ്ലിമും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം. CIC പ്രശ്നം പരിഹരിക്കാൻ എല്ലാ യത്നങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഏറ്റവും അവസാന ഘട്ടത്തിൽ ബഹുമാന്യ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുൻകൈ എടുത്ത് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളും MT ഉസ്താദും കൊയ്യോട് ഉസ്താദും 3-4 തവണ വ്യത്യസ്ത ഹോട്ടലുകളിൽ ഒരു പത്രക്കാരും ചാനലുകാരും അറിയാതെ സ്വസ്ഥമായിരുന്നു ഈ പ്രശ്നങ്ങൾക്ക് അവസാന മധ്യസ്ഥ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇയാൾ പറഞ്ഞ അങ്ങനൊന്നുമില്ല. ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ കുട്ടി ബന്ധമില്ല സമസ്ത, ഒരു കോണമായി പോയിക്കോട്ടെ, സമസ്ത ഈ വഴിക്കും പോയിക്കോട്ടെ, പിന്നെന്തിനാ ഇനി പുതിയതായിട്ട് ഈ CIC പ്രശ്നം പറയുന്നത്? എന്തിനാണ് CIC പ്രശ്നത്തിൽ ഇടപെടുന്നത്? അങ്ങനെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല, സമസ്തന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല. അങ്ങനെ പോണ വഴിക്കാർ പോകാൻ പറ്റൂല. കാരണം സമസ്തയുടെ സ്ഥാപനങ്ങളുമായി എവിടേക്കാണ് CICക്കാർ വേറിട്ട് പോകുന്നത്? സമസ്തയുടെ സ്ഥാപനങ്ങളല്ലത്. ഇവിടെ അവസാനമായി തീരുമാനിച്ച തീരുമാനം കൃത്യമായി മധ്യസ്ഥന്മാരെ അംഗീകരിച്ച് ഒപ്പിട്ട തീരുമാനമുണ്ട്. ആ തീരുമാനങ്ങൾ എന്താണോ? ഒന്നാമത്തെ തീരുമാനം മാത്രം ഞാൻ പറയാം, വളരെ മാന്യമായ തീരുമാനം. കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബും സാദിഖ് തങ്ങളൊക്കെ തീരുമാനം ഉണ്ടാക്കുന്നത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന തീരുമാനം. വഫിയ സംവിധാനവും CICയും പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടത്തുക. ആർക്കാണ് തർക്കം? പട്ടിക്കാട് ജാമിഅ അറബി കോളേജും ജൂനിയർ കോളേജുകളുണ്ട്, ദാർഹുദയും അതിന്റെ ജൂനിയർ കോളേജുകളുണ്ട്, നന്ദി ദാറുസ്സലാമും അതിന്റെ ജൂനിയർ കോളേജുകളുണ്ട്, കടവൂർ റഹ്മാനിയ കോളേജും അതിന്റെ ജൂനിയർ കോളേജുണ്ട്, അസ്അദിയ കോളേജും അതിന്റെ ജൂനിയർ കോളേജുണ്ട്, അഷ്അരിയ കോളേജും അതിന്റെ ജൂനിയർ കോളേജുകളുമുണ്ട്, അതുപോലെ ഇർഫാനിയ കോളേജും അതിന്റെ ജൂനിയർ കോളേജുകളുണ്ട്. സമസ്തക്ക് ഒരുപാട് വിദ്യാഭ്യാസ ഏജൻസികളുണ്ട്. അതൊക്കെ സമസ്തന്റെ രീതിയിൽ തന്നെയല്ലേ പോകേണ്ടത്? ആർക്കാ തർക്കമുള്ളത്? സമസ്തയെ വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം. അപ്പൊ സമസ്ത അതിൽ ഇടപെട്ട് ഒരു പ്രശ്നം തീർക്കാൻ ഇറങ്ങി തിരിച്ചാൽ മധ്യസ്ഥന്മാർക്ക് ഇങ്ങനെ പറയാൻ കഴിയൂ, സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകണം. ഇതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ എടുത്ത് ആ തീരുമാനങ്ങൾ CICക്ക് കൈമാറിയപ്പോൾ, മുഷാവറ അംഗീകരിച്ച് അവർ കൈമാറിയപ്പോൾ, മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞൊരു വാക്കുണ്ട്, അവസാന ഘട്ടത്തിൽ ഈ തീരുമാനം ഫൈനൽ ചെയ്ത് തീരുമാനിച്ച് ഇനി മുഷാവറ കൂടി അംഗീകരിച്ചാൽ അവർ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എഴുന്നേറ്റ് വാക്ക് പറഞ്ഞു. അത്ര ഉസ്താദ് പറയുന്നു, ഈ തീരുമാനം മുഴുവൻ CICക്കാർ അംഗീകരിച്ചാൽ പ്രശ്നം ഇതോടെ തീരണം, ഇനി സമസ്തയുടെ ഭാഗത്ത് പുതിയ ഒരു ക്രമപ്രശ്നം വരില്ലല്ലോ. ഇല്ല. അഥവാ ഈ തീരുമാനം നമ്മളൊക്കെ എടുത്തൊരു തീരുമാനം, ബഹുമാനപ്പെട്ട സാദിഖ് തങ്ങളുണ്ട്, ഞാനുണ്ട്, നിങ്ങൾ വലിയ വലിയ ആളുകളെ സമസ്തയുടെ ആലിമീങ്ങൾ മഹാന്മാരുണ്ട്, നമ്മൾ സംയുക്തമായിട്ട് തീരുമാനം ഇനി അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട സാദിഖ് ശിഹാബ് നേതൃസ്ഥാനം രാജിവെക്കണം. ഓക്കെ, അതും ശരി. അങ്ങനെ എടുത്ത തീരുമാനം അപ്പം നിലവിലുള്ളത്. ആ തീരുമാനം അവർ തള്ളി. അങ്ങനെ നിൽക്കുകയാണ്. ആ പ്രശ്നം പരിഹരിക്കാമെന്ന, അത് നടപ്പാക്കും എന്ന നിലയിലാണ് നേതാക്കൾ നിൽക്കുന്നത്. എന്നിട്ട് അതിൽ വന്നിട്ട് ഇതൊക്കെ മാറ്റിമറിച്ചിട്ട് കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടുണ്ട്, അവരെ വഴിക്ക് വിടണം, ഇനി CICന്റെ പ്രശ്നം സമസ്ത ഉന്നയിക്കാൻ പാടില്ല. ആരാണ് ഇയാൾ സമസ്തയെ ഉപദേശിക്കാൻ? എന്നല്ല, ആരാണ് ഇയാൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് ഉപദേശിക്കാൻ? ആരാണ് ഇയാൾ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉപദേശിക്കാൻ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുലമയെ വഹാബിയായ ഈ ഷാഫി ചാലിയം ദുർബലപ്പെടുത്താനും ഇകഴ്ത്താനും ഭിന്നിപ്പിക്കാനും മുസ്ലിം സംഘടനകളുടെ സ്വാഭാവികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കുന്നതിന് പകരം തന്റെ ആദർശം ദുരുപയോഗം ചെയ്തുകൊണ്ട് തന്റെ ആദർശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുലമയെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ശ്രമം കേരളീയ മുസ്ലിം സമൂഹത്തിന് മുന്നിൽ വിലപ്പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇങ്ങനൊന്നും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ആരും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിൽ എത്രയോ മുജാഹിദ്, നല്ല ഭക്തന്മാരായ മുജാഹിദ് ഉണ്ടായിട്ടുണ്ട്. MK ഹാജി ഉണ്ടായിരുന്നു തിരുരങ്ങാടി, എത്ര നല്ല മുജാഹിദായിരുന്നു, ഒറിജിനൽ മുജാഹിദ്. പക്ഷേ അദ്ദേഹത്തിന് അറിയാം സമസ്തയുടെ മഹത്വം. മുസ്ലിം ലീഗിന് മഹാഭൂരിപക്ഷം സമസ്തക്കാരാണ്. ഇവിടെ കഴിഞ്ഞ പാർട്ടി സെക്രട്ടറി KP മജീദ് സാഹിബ് ഒരു മുജാഹിദ് ചായവുള്ള ആശയക്കാരനാണ്. 30 ദിവസം ഇടപെടാൻ വന്നിട്ടില്ല. എത്ര കാലത്ത് പാർട്ടി ജനറൽ സെക്രട്ടറിയായി. ഈ സ്ഥാനം തങ്ങളുടെ ആദർശം കുത്തിച്ചെലുത്താനും തങ്ങളുടെ വിരോധികളായ സമസ്തക്കാരെ ദുർബലപ്പെടുത്താനും ശ്രമിക്കുക എന്നാൽ അത് അപകടകരമാണ്. പിന്നെ തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. മുജാഹിദ് ജമാഅത്ത് അതൊന്നും ഇപ്പോൾ വല്ല പറയേണ്ട കാലഘട്ടമല്ല എന്നതിന് ഉദാഹരണമായി പറയാറുണ്ട്. തിരുരങ്ങാടി യത്തീങ്ങാനന്റെ പള്ളിക്ക് ബാഫിക്ക് തറക്കലിട്ടില്ലേ, അങ്ങനെ പ്രചരണം നടക്കുന്നുണ്ട്. ഞാനൊരു സത്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ തെറ്റിദ്ധരിക്കുക. സമസ്ത പറയുന്നത് 100% കറക്റ്റാണ്. ഈ 100 കൊല്ലക്കാത്ത ചരിത്രത്തിൽ സമസ്തക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് ചൂണ്ടിക്കാണിക്കാൻ ഒരാൾക്കും കഴിയില്ല. എന്നിട്ട് മുജാഹിദിനും ജമാഅത്തിനും 100 വരിവരിക്ക് എടുത്തു പറയാൻ കഴിയും. അവിടെ ബാഫക്ക് തങ്ങൾ ആ പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തുന്ന യത്തീങ്ങാന ക്യാമ്പസിലുള്ള ഒരു സത്യമാണ്.
അതിലെ ചരിത്രം നിങ്ങൾ അന്വേഷിക്കണം. ഇനി ചരിത്രം അന്വേഷിക്കാൻ കഴിയില്ലെങ്കിൽ ചരിത്രം വായിച്ചറിയണം. ആരെങ്കിലും എഴുതിയ ചരിത്രം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല. എന്നാൽ കൃത്യമായി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സ്ഥാപിച്ച പൂർവ്വകാല നേതാക്കൾ പ്രമുഖനാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭയുടെ അധ്യക്ഷനായ വെളിയങ്കോട് കെ ഉമർ മൗലവി. അത് മരണപ്പെട്ടു പോയി, അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയത്. അദ്ദേഹം പറഞ്ഞത് മക്കത്തോ പറഞ്ഞ തറാവീഹ് 20 ആക്കിയെങ്കിൽ ഞാൻ വെളിയങ്കോട്ട് ഉമർ 8 പറഞ്ഞു പ്രസംഗിച്ച മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ അവരെ ജമ്മിയത്തുലമയുടെ പ്രസിഡന്റ് കണ്ണിയത്ത് ഉസ്താദിന്റെ ഒക്കെ സ്ഥാനത്താണ്, ഇപ്പോൾ ജിഫ്രി തങ്ങളുടെ സ്ഥാനത്താണ് അവർ സംഘടന. അദ്ദേഹം തൻ്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട്, വിപണിയിൽ ലഭ്യമാണ്. ഈ ആത്മകഥയിൽ തിരൂരങ്ങാടി യത്തീംഖാനെ കുറിച്ച് വിശദമായി ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അയാൾ പറയുന്ന ആധികാരികമാണ്, അയാളുടെ സംഘടന, അയാളുടെ ആശയത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, ആ തിരൂരങ്ങാടി യത്തീംഖാന അന്ന് കോളറ പിടിപെട്ട കാലത്ത് അത് സ്ഥാപിക്കേണ്ട അനിവാര്യ സാഹചര്യമായി ആളുകളൊക്കെ മരിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്, കുട്ടികളെ സംരക്ഷിക്കാൻ വഴിയില്ല. അങ്ങനെ വിശദമായ ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്. കോഴിക്കോടെ പഞ്ചാബുകാരായ ഇന്ന കുടുംബത്തിന് കത്തയച്ചു, അതുപോലെ പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയിലേക്ക് കത്തയച്ചു, ഞങ്ങൾക്ക് ഇവിടെ ഇവരെ സംരക്ഷിക്കാൻ ഒരു അനാഥാലയം സ്ഥാപിക്കണമെന്ന്. ഈ കത്തയക്കണം എന്ന് പറയുമ്പോൾ ഉമർ മൗലവി അന്ന് തിരുരങ്ങാടി യൂണിറ്റ് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയാണ്. ശ്രദ്ധിക്കണം, തിരുരങ്ങാടി യൂണിറ്റിന്റെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി. പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് മുജാഹിദിന്റെ തന്നെ കെ എം മൗലവിയാണ്. കെ എം മൗലവി കത്തയക്കുമ്പോൾ പറഞ്ഞു, കത്തെഴുതേണ്ടത് മുസ്ലിം ലീഗിന്റെ ലെറ്റർ പേഡ് തന്നെ ആയിരിക്കണം. നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ സംവിധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. മുജാഹിദ് ആശയം ഇതിൽ വെക്കേണ്ടതില്ല, മുസ്ലിം ലീഗിൻ്റെതാകുമ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി അദ്ദേഹം നിർദ്ദേശം നൽകിയതനുസരിച്ച് മുസ്ലിം ലീഗ് തിരുവങ്ങാടി യൂണിറ്റിൽ ലെറ്റർ ഹെഡിലാണ് ഇവർക്കൊക്കെ കത്തയച്ചത്. അങ്ങനെയാണ് സാമ്പത്തിക സഹായം കിട്ടിയത്. അങ്ങനെയാണ് ഈ തിരുവങ്ങാടി യത്തീംഖാന സ്ഥാപിച്ചത്. യത്തീംഖാന്റെ ഉദ്ഘാടനത്തിൽ തറക്കല്ല മാത്രമല്ല ബാഫിഖ് ഉൾപ്പെടെയുള്ള ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, കാരണം മുസ്ലിം ലീഗിന്റെ നേതാവാണ് ബാഫിഖ്. മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കന്മാരാണ് ഈ പറയുന്ന ഉമർ മൗലവിയും അതുപോലുള്ള കെ എം മൗലവിയും. അവിടെ ഉദ്ഘാടനം സംബന്ധിച്ചിട്ടുണ്ട്. ഇതാണ് സത്യം. പിൽക്കാലത്ത് അത് മുജാഹിദ് വൽക്കരിച്ചു എന്നല്ലാതെ ഇന്നും പൂർണ്ണമായി മുജാഹിദ് വൽക്കരിച്ചു എന്ന് എനിക്ക് അഭിപ്രായമല്ല. അവിടെ സുന്നികൾക്ക് ആവശ്യമായ പരിഗണന നിയമനത്തിൽ പോലും നൽകുന്നുണ്ട്. അതിന്റെ ബോഡിക്ക് അതറിയാം ഇത് മുജാഹിദിന്റെ സ്ഥാപനമല്ല എന്ന്. അപ്പൊ മുജാഹിദ് പള്ളിക്ക് ബാഫിഖ് തങ്ങൾ തറക്കല്ലിട്ടിട്ടില്ല, അങ്ങനെ ഒരു സുന്നി നേതാവും തറക്കല്ലിട്ടിട്ടില്ല. കള്ള പ്രചരണമാണ്, വ്യാജമായ പ്രചരണമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ കണിശമായ നിലപാട് സ്വീകരിക്കുന്ന മഹാത്മാവായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫിഖ് തങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ നേതാക്കന്മാരും. ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹതായ ഫദ്ൽ കൊണ്ട് സുന്നത്ത് ജമാഅത്തിന് 100 കൊല്ലക്കാലം എല്ലാ വെട്ടും തടവും എല്ലാം അവഗണിച്ചുകൊണ്ട് എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ഇത്രയും കാലം സംരക്ഷിച്ചതുപോലെ തുടർന്നും സംരക്ഷിക്കാനും അതുവഴി അടുത്ത തലമുറയ്ക്ക് പരിശുദ്ധമായ ആദർശം കൈമാറാനും ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ തലമുറയ്ക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നേതൃത്വത്തിന് അല്ലാഹു ഹിമ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.